LDFിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൈഗ്രേഷൻ കോൺക്ലേവിന് അല്പസമയത്തിനകം തിരുവല്ലയിൽ തുടക്കമാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി സന്തോഷ് ചേരുന്നു. സന്തോഷ്, തിരുവല്ലയിൽ മൈഗ്രേഷൻ കോൺക്ലേവിന് തുടക്കമാകുന്നു. എന്തൊക്കെയാണ് ഈ കോൺക്ലേവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സിജി, ഏതാനും നിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മൈഗ്രേഷൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. നമുക്കറിയാം, ലോകസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു മൈഗ്രേഷൻ കോൺക്ലേവ് തിരുവല്ലയിൽ വെച്ച് നടക്കുന്നത്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന വലിയ സംവിധാനത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നമുക്കറിയാം, ഈ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ട് പ്രവാസികളുടെ, അവരുടെ കുടുംബങ്ങളുടെ, അതുപോലെ അവരുടെ ബന്ധുമിത്രാദികളുടെ എല്ലാം ഒരു സഹകരണം ഇടതുപക്ഷത്തിന് അനുകൂലമായി എത്തിക്കുക എന്നുള്ള CPM-ന്റെ വളരെ സുദൃഢമായ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുന്നത്. ഇതിനകത്ത് CPIM, CPI, അതുപോലെ തന്നെ LDF-ൽ ഇടത് മുന്നണിയിലുള്ള മറ്റ് ഘടകകക്ഷികളുടെയും നേതാക്കൾ, പ്രമുഖരായിട്ടുള്ള മറ്റ് വ്യക്തിത്വങ്ങൾ എല്ലാം പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട പരിപാടിയാണ്. ഈ പരിപാടിയുടെ പ്രധാന നേതൃത്വമായി ഇവിടെ ഉള്ളത് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക്കാണ്. തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തന്നെയാണ്. അദ്ദേഹം ജില്ലയിൽ ഉടനീളമുള്ള ഇടതു മുന്നണികളുടെ പരിപാടിയിൽ ഇപ്പോൾ സജീവ സാന്നിധ്യമായി തുടരുന്ന ആൾ കൂടിയാണ്. എന്തായാലും വളരെ വലിയ ഒരു രാഷ്ട്രീയ ചർച്ച ഉണ്ടാകുന്ന ഒരു കോൺക്ലേവാണ് ഇത് നടക്കുന്നത്. സ്വാഭാവികമായും ഇടതുപക്ഷം അതിന്റെ രാഷ്ട്രീയ പ്രചാരണം, ലോകസഭാ ഇലക്ഷൻ പ്രചാരണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ശരി സന്തോഷ്.